പെട്ടെന്ന് വിശ്വംഭരൻ എന്ന് പറയുന്ന SIയും ഒരു സംഘം പോലീസുകാരും വരുന്നു. ആരടാ സുരേന്ദ്രൻ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നേരെ കയറി വരുന്നു. എന്നെ ഈ കോളറിന് പിടിച്ചിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയി ജീപ്പിൽ കയറ്റുന്നു. നേരെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. SI എന്നെ വലിച്ചഴച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ഉള്ളിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മർദ്ദനം തുടങ്ങുകയാണ്. മർദ്ദനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എവിടെയൊക്കെയാണ് തല്ലിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല ആദ്യം. അപ്പോൾ സമരമായിട്ട് ബന്ധമില്ലാത്ത നിൻ്റെ നമ്പർ എങ്ങനെയാടാ ഡാഷ് മോനെ ഗീതാനന്ദൻ്റെ ഡയറിയിൽ പച്ചമഷി കാണുന്നതെന്ന്. ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചത്, നീയും പണിയനാണോടാ നീ ആദ്യം തന്നെ. കാരണം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് നമുക്ക് ഈ മോഹൻലാലൊന്നും കാണിക്കുന്ന പോലുള്ള ഇതൊന്നും കാണിക്കാൻ പറ്റില്ല അവിടെ. അത്ര ഭീകരമായിട്ടുള്ള പെരുമാറ്റമാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. നമ്മളുടെ ഒരു ഡയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, ഞങ്ങളുടെ കാറ്റഗറിക്കൽ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ധാരണ നടന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ. അത് ഈ ഫെബ്രുവരി 19 തന്നെ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും ഒരു അധ്യാപകനും 2 ലേഡി ടീച്ചർമാരും കൂടി തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോൾ അന്ന് നമ്മൾ 19-ാം തീയതി അല്ല 18-ാം തീയതിയാണ് ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്താൽ പോണത്. അപ്പോൾ തന്നെ മുത്തങ്ങയിലെ സ്ഥിതികളൊക്കെ വളരെ മോശമാണെന്നുള്ള വാർത്തകൾ ഞാൻ TV കണ്ടിരുന്നു. പക്ഷേ എനിക്കതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ലായിരുന്നു. ഞാനെന്നിട്ട് തിരുവനന്തപുരത്ത് പോയി 19-ാം തീയതിയിൽ നമ്മുടെ ഞാൻ ഈ വെടിവെപ്പ് നടന്ന വിവരങ്ങളൊക്കെ അറിയുന്നത് തന്നെ എൻ്റെ സുഹൃത്തായിരുന്നു അന്തരിച്ച സോമനാഥ്. സോമനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. അപ്പോൾ സോമൻ പറഞ്ഞാണ് ഞാൻ ഈ വിവരം തന്നെ അറിയുന്നത്. അതുവരെ ഞാൻ ധർണയിൽ പങ്കെടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ട്രെയിനിന് തിരിച്ച് ബുക്ക് ചെയ്തിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഈ 19-ാം തീയതി അല്ല 20-ാം തീയതി രാവിലെ നമ്മൾ കോഴിക്കോട് വന്നെങ്കിലും രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരമൊക്കെ ആയിട്ടാണ് നമുക്ക് ബസ്സൊക്കെ കിട്ടി പോകുന്നത്. അറസ്റ്റിൻ്റേത് എന്ന് പറയുന്നത് 21 കഴിഞ്ഞ് 22-ാം തീയതിയാണ്. പെട്ടെന്ന് ഒരു സംഘം പോലീസുകാർ ഡയറ്റിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് രാവിലെ ഞാൻ പോയി ഒപ്പിട്ടിട്ട് ഞാൻ ഡയറ്റിൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ സുരേന്ദ്രൻ ഉണ്ടോ അവിടെ നിന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ സുരേന്ദ്രൻ, എന്താ കാര്യം? ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നത് എന്നോട് തന്നെയാണ്. എന്നിട്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വിശ്വംഭരൻ എന്ന് പറയുന്ന SIയും ഒരു സംഘം പോലീസുകാരും വരുന്നു. ആരടാ സുരേന്ദ്രൻ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നേരെ കയറി വരുന്നു. എന്നെ ഈ കോളറിന് പിടിച്ചിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയി ജീപ്പിൽ കയറ്റുന്നു. നേരെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ജീപ്പിൽ വെച്ച് തന്നെ SI എന്നെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അയാളെ തടഞ്ഞു. അങ്ങനെ ജീപ്പിൽ വെച്ച് എനിക്ക് മർദ്ദനമേൽക്കുന്നില്ല. നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വലിയ ഓഫീസർമാർ അവിടെ അന്ന് ഈ CIയുടെ ഓഫീസും SIയുടെ ഓഫീസും 2 ബിൽഡിങ്ങിലാണ്. ഒന്ന് പഴയ ബിൽഡിങ്ങിലും ഒന്ന് പുതിയ ബിൽഡിങ്ങിലും. അപ്പോൾ പഴയ ബിൽഡിങ്ങിൽ CIയുടെ ഓഫീസിലാണ് അന്ന് ശങ്കർ റെഡ്ഡി അടക്കമുള്ള
വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരിരുന്ന്, എനിക്കറിയാം ശങ്കർ റെഡ്ഡി എന്ന് ഞാൻ പേര് കേട്ടിട്ടേ ഉള്ളൂ. അവരുടെ മുമ്പിൽ എന്നെ കൊണ്ടുപോയി കാണിക്കുന്നു. കാണിച്ചിട്ട് ഇവനാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അവരെന്നോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ തന്നെ ആദ്യം ഈ ദേവരാജൻ എന്ന് പറഞ്ഞ SI, അന്ന് അയാൾ CI ആണ്, അയാളെൻ്റെ വയറിനിട്ടിക്കുന്നു. ഞാനത് പക്ഷെ ഓർക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഞാനത് എനിക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്നിട്ടും വന്നില്ല. കാരണം നമ്മളാകെ വല്ലാത്തൊരു സ്ഥലജല ഭ്രാന്തിയിൽ നിൽക്കല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പോലീസ് നടപടിക്ക് വിധേയനാകുന്നത്. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ആ സ്റ്റേഷൻ്റെ ചുറ്റും ജനങ്ങളാണ്. അങ്ങനെ ഞാനിങ്ങനെ പിന്നെ ഇവൻ ഈ CI ദേവരാജൻ എന്നെ ഇടിച്ചതിന് ശേഷം നേരെ SIനെ ഏൽപ്പിക്കുന്നു. വീണ്ടും SI ആണ് എന്നെ പിടിച്ചുകൊണ്ട് വരുന്നത്. SI എന്നെ വലിച്ചഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പിന്നെ മർദ്ദനം തുടങ്ങണം. മർദ്ദനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എവിടെയൊക്കെയാണ് തല്ലിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ 2 പേരെ കൊണ്ട് നമ്മളെ ഇങ്ങനെ തിരിച്ചു നിർത്തിയിട്ട് 2 ആളുകളെ കൊണ്ട് നമ്മളെ ബലമായിട്ട്, 2 പോലീസുകാർ, ആളുകളല്ല പോലീസുകാർ കൊണ്ട് നമ്മളെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചുമരിനോട് ചേർത്ത് നിർത്തുക. എന്നിട്ട് നമ്മുടെ ഈ ബട്ടക്കിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗത്ത് ഒരേ പോയിൻറ്റിൽ ചവിട്ടുക, ബൂട്ടിട്ട കാലം കൊണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ചവിട്ടി. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ ദയനീയമായിട്ട് ഇയാളോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സമരമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ സമരമായിട്ട് ബന്ധമില്ലാത്ത നിൻ്റെ നമ്പർ എങ്ങനെയാടാ ഡാഷ് മോനെ പിന്നെ ഗീതാനന്ദൻ്റെ ഡയറിയിൽ പച്ചമഷി കാണുന്നതെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ കാര്യം ഇങ്ങനെ ഓർത്തു. അപ്പം ഇവരുടെ ഭാഗത്ത് ഈ സമരമായിട്ട് എന്നെ ബന്ധപ്പെടുത്താനുള്ള ഒരേ ഒരു തെളിവായിട്ട് പോലീസുകാരെടുത്ത ഈ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ആ നമ്പർ ഉണ്ടായിരുന്നെങ്കിലും. പിന്നെ എനിക്ക് എന്നെ കൊണ്ടൊന്നും മിണ്ടാൻ സമ്മതിച്ചില്ല അയാൾ. അത്രയും ഭീകരമായിട്ട് അവൻ തന്നെ മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാരുടെ വകയായിട്ട് ഭയങ്കരമായ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ കൊല്ലപ്പെട്ട പോലീസുകാരനുണ്ടല്ലോ വിനോദ്, അയാളുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ക്യാമ്പിൽ നിന്നുള്ള കുറേ പോലീസുകാർ വന്നിരുന്നു. ഇവർ ഈ ലോക്കൽ പോലീസിനോട് പെർമിഷൻ ചോദിക്കും, എന്നിട്ട് കയറി വന്ന് നമ്മളെ മർദ്ദിക്കും, ഭയങ്കരമായിട്ട് ഇടിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ആ പോലീസുകാരൻ മരിച്ചുപോയി. ഒരു വസന്തകുമാർ എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ടായിരുന്നു. ഇയാൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം കണ്ട അയാൾ അറ്റാക്ക് വന്ന് മരിച്ചു പോയ ഒരാൾ. ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചത്, നീയും പണിയനാണോടാ? നീ ആദ്യം തന്നെ അല്ല, പിന്നെ നിൻ്റെ ജാതി ഏതാ? അപ്പം ഞാൻ എൻ്റെ ജാതി പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പിന്നെ നമുക്ക് ഈ മോഹൻലാലൊന്നും കാണിക്കുന്ന പോലുള്ള ഇതൊന്നും കാണിക്കാൻ പറ്റില്ല അവിടെ. അത്ര ഭീകരമായിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പോൾ ഞാൻ ജാതി പറഞ്ഞു. പണിയനും പുലയനും ഒക്കെ കണക്കാണ് എന്നാണ് അടുത്ത ഡയലോഗ് അവൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ചോദ്യം, നിൻ്റെ അമ്മയ്ക്കുണ്ടായ ബാക്കി മക്കളൊക്കെ പോലീസുകാരുടേതാണോ? അതുകൊണ്ടാണോ നീ പോലീസുകാരനെ വെട്ടാൻ ക്ലാസ് എടുത്തേ? എല്ലാവരും അടികൊണ്ടാവും. അവിടെ ഞാൻ നോക്കുമ്പോഴാണ് ഈ ജാനുവിനെ കാണുന്നത്. ജാനു ഈ വീർത്ത മുഖവുമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു റൂമാണെങ്കിൽ ഈ റൂമിൻ്റെ ഈ മൂലയ്ക്ക് ഞാനിരിക്കുന്നു, ആ മൂലയ്ക്ക് ജാനു ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു ഉച്ച കഴിയുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ ഇരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പോലീസുകാർ വരും, പോലീസുകാരികൾ വരും ജാനുവിനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പോലീസുകാർ വന്നിട്ട് എന്നെ കൊണ്ടുപോയി ജാനുവിൻ്റെ മുമ്പിൽ നിർത്തുന്നുണ്ട്. ഇവനെ അറിയില്ലെന്ന്. അപ്പം ജാനു ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അറിയില്ല, നിനക്ക് അറിയില്ലല്ലേ നായിൻ്റെ മോളെന്നും പറഞ്ഞിട്ടാണ് ജാനുവിനെ അടിക്കുന്നത്. എവിടെ ഈ നീര് വന്ന് വീർത്ത ഈ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അത് സ്ത്രീകളൊന്നുമല്ല, പുരുഷ പോലീസുകാർ തന്നെ.
അതും കഴിഞ്ഞിട്ട് അപ്പോൾ സത്യമാണ് ജാനു പറഞ്ഞത്, ജാനുവിന് എന്നെ അറിയില്ല, എനിക്ക് ജാനുവിനെ അറിയാമെന്നേ ഉള്ളൂ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് അന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇതിനിടയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ റൈറ്ററുടെ റൂമിനോട് ചേർന്നൊരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പം അതിലിടയ്ക്ക് ഇവന്മാരുടെ പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റിലേക്ക് പോവാം. അപ്പോൾ ടോയ്ലറ്റിലേക്ക് ഞാനിങ്ങനെ കയറി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെൻറ്റിലേറ്റർ ഉണ്ട്. അപ്പോൾ അത് വളരെ താഴ്ചല, അധികം പൊക്കമില്ല. എനിക്ക് തോന്നുന്നത് ഈ പോലീസ് സ്റ്റേഷനിലുള്ളത് പ്രത്യേക തരത്തിലുള്ള ടോയ്ലറ്റിലൊന്നും അധികം പൊക്കമില്ലാത്തത് ആണ്. കാരണം ഈ പ്രതികളാണല്ലോ, ആൾക്കാർ ആണല്ലോ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും അതിന് പൊക്കമില്ല. ഈ വെൻറ്റിലേറ്ററിലൂടെ നോക്കിയാൽ നമുക്ക് പുറത്ത് കാണാം. അപ്പോൾ ഞാനിങ്ങനെ അതിലൂടെ നോക്കുമ്പോൾ കാര്യം ഈ അടിയൊക്കെ കിട്ടി എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വെറുതെ എന്താ ഈ പുറത്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര ആൾക്കൂട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനുണ്ട് അതിലിങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ അപ്പം എനിക്കിവിടുന്ന് പോലീസുകാരില്ല, അപ്പം ഞാൻ കക്കൂസി പോകണമെന്നും പറഞ്ഞായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ പോലീസുകാർ പുറത്തേ നിൽക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഷൂ എന്ന് അച്ഛനെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനാകെ കരയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട. അപ്പോൾ അച്ഛൻ കുറേ കൂടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അച്ഛന് കേൾക്കാം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. കാരണം എൻ്റെ അച്ഛനാന്ന് അറിഞ്ഞാൽ മൂപ്പരെ കൈകാര്യം ചെയ്യും ഈ നിൽക്കുന്ന ആൾക്കൂട്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ എന്നത്. ആന്നും പറഞ്ഞിട്ട് അച്ഛൻ പോയി. അതെൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു, ഈ അടുത്ത കാലത്താണല്ലോ എൻ്റെ അച്ഛൻ മരിച്ചേ. പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ ഒരു അരൂഷിനെ പിടിച്ചു കൊണ്ടുവന്നത് അത് വല്ലാത്തൊരനുഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അരൂഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പോരാട്ടത്തിൻ്റെ മറ്റു പ്രവർത്തകനാണ്. ഈ അരൂഷും ഒരു ബിജു എന്ന് പറയുന്നത് ഈ ഇരുളത്തുള്ള അന്ന് 10ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. ഈ ബിജുവിനെയും കൂട്ടി അരൂഷ് അവിടെ എങ്ങാണ്ട് പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ ആദിവാസി മർദ്ദനം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തോ ഈ ചുവന്ന മഷിക്ക് എഴുതിയിട്ട് അവിടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ രണ്ടാളെയും പിടിച്ചുകൊണ്ട് വന്നു. ബിജു ഒന്നും മിണ്ടാനൊന്നും പറ്റത്തില്ല, അവൻ ആ ബിജു ആകെ അവശനാണ്. പക്ഷേ അരൂഷ് അവിടുന്ന് നക്സൽ ബാരി സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇവനെ ഇറക്കുമ്പോൾ. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ഈ ആദ്യം ജാനുവിൻ്റെ ഒപ്പം എന്നെ ഇരുത്തിയിരുന്ന ആ റൂമിൽ നിന്ന് മാറിയിട്ട് ഇപ്പുറത്തെ ഇടനാഴിയിൽ ആണ് ഇപ്പോൾ എന്നെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിലെങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ ജീപ്പ് വന്ന് നിൽക്കുന്നതും ആളെ ഇറക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു, നക്സൽ ബാരി സിന്ദാബാദ് എന്ന് വിളിച്ചു. ഇത് രണ്ടും വിളിച്ചു കഴിഞ്ഞോടുകൂടി ഇവരെ പൊതിഞ്ഞു ഇവനെ അടിച്ച് ലെവലാക്കി എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ വായിൽ കൂടെയൊക്കെ ചോര വന്നിട്ട് ഇവനെ എൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് കിടത്തുന്നത്. അന്നേരം ഇവന് ബോധമില്ല. പിന്നെ ഇവനെ അവിടുന്ന് അവന്മാരെടുത്തുകൊണ്ട് പോയി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് രാത്രിയായപ്പോഴാണ് ഞാൻ ഗീതാനന്ദനെ കാണുന്നത്. അപ്പോഴെന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി. ഈ നമ്മുടെ പവർ കട്ടുള്ള സമയം. അപ്പോൾ അരമണിക്കൂർ പിന്നെ കറണ്ടില്ല. ഈ സമയത്ത് അവന്മാർ എല്ലാവരും ജാനുവിനെ, ഗീതാനന്ദനെ, എന്നെ എല്ലാവരെയും ഓരോ വഴിക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അപ്പോഴാണ് എൻ്റെ ചെവി പൊട്ടുന്നത്. ഈ ചെവിയിൽ കാറ്റ് കയറ്റി അടിക്കുന്നത് അവിടെ നിന്നാണ്. ഭയങ്കര നമുക്ക് നെറുകന്തലയിൽ വേദന വരുന്നത്. അപ്പോൾ എനിക്കത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ചെവി പോയിന്ന്. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എനിക്കറിയാം അവന്മാർ പിന്നെ നമ്മളെങ്ങാനും ചെവിയുടെ കംപ്ലയിൻ്റ് അവന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്തായിരിക്കും അവന്മാർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ബോധമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മൂക്കിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചു നോക്കുമ്പോൾ എൻ്റെ ചെവി കൂടെ കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് പോകുന്ന പോലെ എനിക്കൊരു അനുഭവം തോന്നി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ചെവി പൊട്ടിയെന്ന്. കാരണം ഇങ്ങനെ അടിച്ചത്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ഗീതാനന്ദൻ്റെ ഭാര്യയിൽ പൊട്ടുന്ന മർദ്ദനം വെക്കുന്നത്. ജാനുവിനും
ക്രൂരമായ മർദ്ദനമേൽക്കുന്നുണ്ട്. ഈ കറണ്ട് പോയ സമയം യുവന്മാരുടെ തേർവാഴ്ചയായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ബ്രാഞ്ചുകാർ അവരൊക്കെ വന്നിട്ട് എന്നോടിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അറിയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരൻ വന്നിട്ട് ഒന്ന് രണ്ട് പോലീസുകാർ വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളമൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു തന്നു, മാഷെ ഒരിക്കലും മൊഴി മാറ്റരുത്, ആരെന്ത് ചെയ്താലും നിങ്ങൾ പറയുന്ന മൊഴി എന്താണോ അതിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെ ചില പോലീസുകാർ തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരേ കാര്യമേ പറഞ്ഞിട്ടുള്ളവരോട്. കാരണം എനിക്കൊന്നും പറയാനില്ല. സമരമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, ഞാനാകെ 2 തവണ ഞാൻ പോയിട്ടുള്ളൂ. അത് 2 തവണയും ജേർണലിസ്റ്റുകളുടെ കൂടെയാണ് പോയത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. എനിക്കിവരെ ആ രീതിയിൽ സമരത്തിലോട് ബന്ധമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കതല്ലാതെ വേറെ ഇപ്പോൾ അവർ തല്ലിയാലും കൊന്നാലും എനിക്ക് വേറൊന്നും പറയാനില്ല. അതാണല്ലോ വിഷയം. അപ്പോൾ ഗീതനെയും എന്നെയും കൂടി എൻ്റെ ഞാൻ പാൻറ്റും ഷർട്ടുമാണ് ഇട്ടിരുന്നത്. ഓഫീസിൽ നിന്നല്ല എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ അഴിപ്പിച്ച് ഷഡ്ഡി മാത്രം ഇടിച്ച് ലോക്കപ്പിൽ കിടത്തി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരാൾ കിടക്കുന്നു. അതാരാന്ന് നോക്കുമ്പോൾ ഗീതൻ. അപ്പോൾ ഞാൻ ഈ ഗീതനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അയാൾക്കൊന്നും കേൾക്കാനോ ശ്രദ്ധിക്കാനോ പറ്റുന്നില്ല. അത്ര അവശനായിരുന്നു അയാൾ. കാരണം അമ്മാതിരി പ്രയോഗമാണ് ആ സമയത്ത് നടത്തിയത്. പിന്നെ വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി എന്നോട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടോളാൻ പറഞ്ഞു. പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഞാൻ വീണ്ടും പഴയ അരൂഷിൻ്റെ അടുത്ത് ഇടനാഴിയില്ല. അപ്പോഴത്തേക്കും അരൂഷിന് ബോധം വന്നു. അത് കഴിഞ്ഞ് അതോടുകൂടി ഏകദേശം മർദ്ദനമൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ രാവിലെ അവർ ചായയൊക്കെ വാങ്ങി തന്നു. പിന്നെ നേരം വെളുത്തിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്നെ കോടതിയിൽ ഹാജരാക്കി. അത് മറ്റേ കൊലപാതകം, പോലീസുകാരൻ്റെ കൊലയില്ലേ അത്, ആ കൊലപാതകം, ഗൂഢാലോചന, അതിൻ്റെ ഗൂഢാലോചന, ഇത് 2 കേസാണ്. 2ലും പ്രതിയാണ് ഞാൻ. 15ാം പ്രതിയോ മറ്റായിരുന്നു.